അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 23ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയെക്കുറിച്ചാണ്. അതാണ് ഖദറിലുള്ള വിശ്വാസം അഥവാ വിധിയിലുള്ള വിശ്വാസം. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത ചില നഷ്ടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ചിന്ത നമ്മുടെ സമാധാനത്തെ കളയും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എൻ്റെ സൃഷ്ടാവിൻ്റെ കൃത്യമായ പ്ലാനിംഗ് അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവിടെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കുകയാണ്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതാകുന്നത്. വിധിയെ അംഗീകരിക്കുന്നതിൻ്റെ ആ മനഃശാസ്ത്രപരമായ ആശ്വാസം 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഖദറിൻ്റെ സൈക്കോളജിയും ഖുർആനും. സൈക്കോളജിയിൽ റാഡിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് മാറ്റാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുക. അത് ചെയ്യുമ്പോൾ ബ്രെയിനിലെ ഉത്കണ്ഠകൾ അഥവാ ആങ്സൈറ്റി ഇല്ലാതാകും. ഇസ്ലാം പഠിപ്പിക്കുന്ന ഖദറിലുള്ള വിശ്വാസം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു നന്മയുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങളൊരു കാര്യം വെറുക്കുന്നുണ്ടാകാം, എന്നാൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാകാം, എന്നാൽ അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്നത്. എനിക്കറിയാത്തത് എൻ്റെ അള്ളാഹു അറിയുന്നു എന്ന ആ ഒരു ചിന്തയാണ് തുമൈനീന നിങ്ങൾക്ക് തരുന്നത്. വിധിയിലുള്ള വിശ്വാസം തരുന്ന 5 ആശ്വാസങ്ങൾ. അതിലൊന്നാമത്തേത് എന്തുകൊണ്ട് ഞാൻ എന്ന ആ ഒരു ചിന്ത മാറ്റുക. അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങിൽ വിശ്വസിക്കുക. ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ തകർന്നു പോകാതെ, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ഇതിൽ എനിക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ നന്മയുണ്ട് എന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നിരാശയെ ഇല്ലാതാക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ലൗകാന, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാതിരിക്കുക. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഖേദിക്കാതിരിക്കുക. ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്ന് എപ്പോഴും ഓർത്ത് വിഷമിക്കരുത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിനക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. പകരം അള്ളാഹു നിശ്ചയിച്ചു, അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു എന്ന് പറയുക. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്ക് പിശാചിൻ്റെ പ്രവർത്തനത്തിന് വഴി തുറക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഇല്ലാതാകുന്നു. ഭാവിയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ആകുലതകൾ ഇല്ലാതാക്കുക എന്ന് നമുക്ക് നോക്കാം. നാളെ എന്ത് സംഭവിക്കും എന്ന ഭയം പലർക്കുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ആ ഭാവി എഴുതുന്നത് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന നിങ്ങളുടെ റബ്ബാണെന്ന് ഓർക്കുക. അവൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും തരില്ല. ഇനി നാലാമത്തേത്, അഹങ്കാരം ഇല്ലാതാകുന്നു. ഹ്യൂമിലിറ്റി. വിജയങ്ങളിൽ വിനയമുള്ളവരാവുക. നിങ്ങൾക്ക് വലിയൊരു വിജയം ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ മാത്രം കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് തടയും. ഇനി അഞ്ചാമത്തേത്, പരീക്ഷണങ്ങളിലും പുഞ്ചിരിക്കാൻ കഴിയുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ ക്ഷമിക്കുക, സബറുണ്ടാകുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമാണ് എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷം വരുമ്പോൾ അവൻ നന്ദി പറയും, സങ്കടങ്ങൾ വരുമ്പോൾ അവൻ ക്ഷമിക്കും എന്നുള്ളത്. ഈ 2 അവസ്ഥയിലും അവൻ വിജയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ
ഇന്നത്തെ നിങ്ങളുടെ തുമ്മൈനീന ചാലഞ്ച് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നിങ്ങൾക്ക് വലിയ സങ്കടം തന്ന ഒരു പഴയ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുക. ഇന്നു മുതൽ അതിലുള്ള പരിഭ്രമം പൂർണ്ണമായി മാറ്റുക. എന്നിട്ട് പറയുക, പടച്ചവനെ, അത് നിന്റെ വിധിയായിരുന്നു, ഞാനതിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പേനകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, ഏടുകൾ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് അള്ളാഹുവിൻ്റെ മനോഹരമായ തീരുമാനങ്ങൾ മാത്രമാണ്. അതിൽ വിശ്വസിക്കുക, ഹൃദയം ശാന്തമാക്കുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് ആത്മീയമായ ആ വലിയ ശാന്തതയിലേക്ക് നടക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 24ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.